നിങ്ങളുടെ ആ ഒരു ടൈം മാത്രമാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാറുള്ളൂ. അത് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യാറാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രൊഫഷൻ ഒരിക്കലും ഈ ഒരു കോയിൻ ഫോർജ് ഒന്നും അല്ല. ഞാൻ ബേസിക്കലി ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ്. എന്റെ ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത് റെസ്റ്റോറന്റ് ഫീൽഡാണ്. അപ്പൊ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് 100% കമ്മിറ്റഡ് ആയിട്ട് ഫുൾ ടൈമർ ആയിട്ടാണ് ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം സീരിയസ് ആയി എന്റെ പ്രൊഫഷനൊക്കെ മാറ്റിവെച്ച് ഈ ഒരു പ്രൊജക്ട് ഇന്ന് മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് രണ്ട് റീസൺ കൊണ്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപവർ ഇന്റർനാഷണൽ ഈ ഒരു പ്രോഗ്രാം മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. രണ്ടാമത്തെ റീസൺ ഈ ഒരു പ്രൊജക്ട് 100% ഡീസെൻട്രലൈസ്ഡ് ആണെന്നുള്ളത്. ഈ രണ്ട് റീസൺ കൊണ്ട് മാത്രമാണ് ശരിക്കും ജിനാഫ് ഗസാലി ഈ ഒരു പ്രൊജക്ട് മാർക്കറ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യാനുണ്ടായ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു ജാമ്യം എടുക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവസാന സാരം എന്ന് പറയുന്നത് ഇതിലേക്കല്ല എത്താൻ വേണ്ടി പോകുന്ന അല്ലെ. ഇങ്ങനത്തെ ഒരു തോട്ട് നമ്മുടെ മൈൻഡിലുണ്ടാവും. എന്തുകൊണ്ടാണ് ആ തോട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇന്നലെ വരെ ഒരുപാട് കമ്പനികളൊക്കെ വന്ന് നശിപ്പിച്ച് വെച്ച് ഒരുപാട് പേരുടെ കാശൊക്കെ പോയ ഒരു മാർക്കറ്റിലാണ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് നമ്മൾ ഈ ഒരു പ്രൊജക്ട് ഡിസ്കസ് ചെയ്യണം. ഇന്നലെ വരെ ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടു പോയ ഒരു മാർക്കറ്റിലാണ് നമ്മൾ ഇന്നത് ഡിസ്കസ് ചെയ്യണം. അപ്പൊ ആ ഒരു മാർക്കറ്റിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു പരിപാടിയല്ല ഇതെന്നുള്ളത് എന്ത് ചെയ്യാം, ആദ്യം മൈൻഡിലേക്ക് കൊണ്ടുവരാം. എന്തുകൊണ്ടാണ് ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് കിട്ടാതെ, ഇത് മനസ്സിലാക്കാതെ ഞാൻ എന്ത് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നിയമം പോകുന്നില്ല, മൈൻഡിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. സോ ഫസ്റ്റ് ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ ഉദ്ദേശിച്ച പരിപാടിയല്ല. ഓക്കെ. അത് 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇന്ന് എന്താണ് അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ എംപവർ മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ്. കോയിൻ ഫോർജ് എന്ന് പറയുന്ന സ്മാർട്ട് കോൺട്രാക്ട് ഇന്ന് മാർക്കറ്റിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ച് ഒരുപാട് പേരുടെ ലൈഫിൽ വലിയൊരു വിളക്കായി കൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്തുകൊണ്ട് ഇന്ന് ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുക മാർക്കറ്റിൽ. ഇന്ന് പല കോൺസെപ്റ്റുകളും ഇന്ന് മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കോയിൻ ഫോർജിന്. എന്താണ് കോയിൻ ഫോർജിന് നടക്കുന്നത്? ഇപ്പൊ ഡെയിലി ഇൻകം ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 1 ലക്ഷം മേടിക്കുന്ന ആൾക്കാരെ കാണുന്നു, ഒരു 2 മാസം കൊണ്ട് 10 ലക്ഷം ഒക്കെ വരുമാനം മേടിക്കുന്ന ആൾക്കാരെ കാണുന്നു. ഇതൊക്കെ തള്ളലാണോ അല്ലെ? അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ ഈ ഒരു ബിസിനസ് ആശയത്തിലൂടെ വരുമാനം ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ആൻസറേ ഉള്ളൂ. ഇന്ന് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ആക്ച്വലി കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. ഇന്ന് മാർക്കറ്റിൽ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ബിസിനസ് ആശയം. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെല്ലാവരും വരുമാനം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അല്ലെ. എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാറ്റഗറി ആൾക്കാരാണ് എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, സൈഡായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഫുൾ ടൈമർ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ആകെ തുക എന്ന് പറയും, നമ്മൾ എന്തിന് ജോലിക്ക് പോകണം, എന്തിന് കാശ് ബിസിനസ് ചെയ്യണം എന്നുള്ളതിന്റെയൊക്കെ ആകെ തുക എന്ന് പറയുന്നത് കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെ. പാഷനേറ്റ് ആയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരെ ഞാൻ താഴ്ത്തല്ല. എന്നാലും നമ്മളുടെ അൾട്ടിമേറ്റ് ക്യാഷ് തന്നെയാണ് അല്ലെ. എന്തുകൊണ്ടാണ് നമ്മൾ കാശിനോട് അല്ലെങ്കിൽ ബിസിനസ്സിനോട് ഇത്രയും ഇൻവോൾവ് ആകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവർ ആഗ്രഹിച്ച രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. മാർക്കറ്റിലുള്ള ഒരു പ്രശ്നം, ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലിയൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ മാർക്കറ്റിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ചലഞ്ച് എന്താണെന്ന് ചിന്തിച്ചു നോക്കുന്നത് നിങ്ങൾ. എന്താണ് മാർക്കറ്റിലുള്ള ഒരു ചലഞ്ച്, ഒരു പ്രോബ്ലം എന്താ? എല്ലാവർക്കും ജോലിയുണ്ട്, മാസ സാലറി ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് സാലറി ഉണ്ട്, പക്ഷെ ആ സാലറി കൊണ്ട് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ആവുന്നില്ല. ഫിനാൻഷ്യൽ നീഡാണ് ശരിക്കും നമ്മുടെ മാർക്കറ്റിൽ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ജോലിയൊക്കെ ഉണ്ട്, ആൾക്കാരുടെ മുമ്പിൽ നല്ല നിലയും വിലയൊക്കെ ഉള്ള ജോലിയാണ്, പക്ഷെ ആ ഒരു ശമ്പളം കൊണ്ട് 30 ദിവസം കിട്ടുന്ന സാലറി കൊണ്ട് 3 ദിവസം തള്ളി നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. പിന്നെയും റോളിങ്ങിലേക്ക് പോവാണ് നമ്മൾ. പിന്നെയും നമ്മൾ റോളിങ്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം
അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ചലഞ്ച് ഇതാണ്. ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആ ജോബ് വെച്ചിട്ട് ആ കാശ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു സാഹചര്യം. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മൈൻഡിലേക്ക് ബിസിനസ് എന്ന് പറയുന്ന ആശയം വലിയ രീതിയിലുള്ളൊരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ശരിക്കും അവിടെ ബിസിനസ് എന്ന് പറയുമ്പോൾ ചിന്തിക്കുക, എല്ലാവർക്കും ആഗ്രഹമുണ്ട് ബിസിനസ്സുകാരനാവണം, ബിസിനസ് ചെയ്ത് കാശ് ഉണ്ടാക്കണം, ഇതൊക്കെ എല്ലാവർക്കും ആഗ്രഹമുള്ള വിഷയമാണ്. പക്ഷെ അവിടേക്ക് നമ്മൾ ഒന്ന് ബാക്ക് വലിയാനുള്ള ഒരു റീസൺ എന്താണ് ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മൾ എന്തുകൊണ്ടാണ് ബിസിനസ് ഒക്കെ ചെയ്താൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത ആൾക്കാർ ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കുന്നുണ്ട്, എല്ലാം നമുക്കറിയാം. പക്ഷെ ബിസിനസ് ചെയ്യാൻ എന്ത് വേണം, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറഞ്ഞാൽ കാശുകാർക്ക് മാത്രം ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ് ബിസിനസ് എന്നാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്, അല്ലേ? കാശ് വേണം, ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറെ കാശ് വേണം. ഞാൻ പറയുവെച്ചാല് സുഹൃത്തെ, കാശ് മാത്രം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. കാശ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. ശരിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കാശ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. ഇന്നത്തെ കാലത്ത് നിങ്ങൾ മാർക്കറ്റിൽ എടുത്ത് നോക്കുക, ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ ചോര നീരാക്കിയിട്ട് ഗൾഫിൽ നിന്നൊക്കെ കാശ് ഉണ്ടാക്കിയിട്ട് വരും, അല്ലെ? 1 വർഷം 2 വർഷമൊക്കെ, 5 വർഷം 10 വർഷമൊക്കെ അവിടെ ഫാമിലി ഇല്ല, നാടില്ല, വീടില്ല, ഭാര്യ ഇല്ല, എന്നിട്ട് നേരെ ഗൾഫിൽ പോയിട്ട് കാശ് ഉണ്ടാക്കിയിട്ട് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങും. ഈ സംരംഭം തുടങ്ങിയിട്ട് അത് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം അത് കൂട്ടിക്കെട്ടി തിരിച്ച് പ്രവാസ ലോകത്തേക്ക് പോകുന്ന കാഴ്ചകളൊന്നും മാർക്കറ്റിൽ നിരന്തരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊക്കെ പറ്റുന്ന മിസ്റ്റേക്ക് എന്താ, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ കുറച്ച് ക്വസ്റ്റ്യനാ ചോദിക്കുന്നത്. ഇതിലേക്കുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ബിസിനസ് ചെയ്യുന്ന അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതാണ്, ഇത് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ബിസിനസ് ആണോ? ഈ ബിസിനസ് ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ എനിക്ക് ഈ ഒരു ബിസിനസ് കൊണ്ട് സക്സസ് ആകാൻ പറ്റും? ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ബിസിനസ്സിൽ സക്സസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇന്ന് കോയിൻ ഫോർജിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത വ്യക്തികൾ ഇത്രയും ഇൻകം മേടിക്കുന്ന സ്റ്റാറ്റസുകളും ഇത്രയും ഇൻകം മേടിക്കുന്ന ഇൻകം പോസ്റ്ററുകളൊക്കെ നിങ്ങൾ മാർക്കറ്റിൽ കാണാനുള്ള റീസൺ എന്ന് പറയുന്നത് കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രോഗ്രാം കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ബിസിനസ് ആശയമായതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താ, കാലം എവിടെ എത്തിയിരിക്കണമെന്ന് അറിയണം, വേണ്ടേ? അതാണ് നമ്മൾ അറിയേണ്ടത്, അല്ലേ? കാലം എത്രത്തോളം ഏതുവരെ കാലം ട്രാവൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കാലം എവിടെ എത്തി നിൽക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ബിസിനസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ കാലം എവിടെ എത്തി നിൽക്കണേ, അത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്, അല്ലെ? കാലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ പ്രസന്റ്ലി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വേർഷൻ, ഞാനത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ് 1, വെബ് 2, വെബ് 3 ഈ ഒരു രീതിയിൽ അതിനെന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ വെബ് 1, വെബ് 2, വെബ് 3. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ പ്രസന്റ്ലി നമ്മൾ നിൽക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്? വെബ് 3 എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ്. അപ്പൊ എന്താണ് വെബ് 3? വെബ് 3 എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ വെബ് 1 കുറിച്ചും വെബ് 2 കുറിച്ചും ഒരു ഐഡിയ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വെബ് 3 എന്താണെന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പോ അതിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഒരു ചലഞ്ചിനെ കുറിച്ചും എംപവർ ഉന്നയിക്കുന്ന ആശയത്തിനെ കുറിച്ചും എന്ത് ചെയ്യാം, ഒരു ക്ലാരിറ്റി തരാം. ഞാൻ പറഞ്ഞു 2 റീസൺ ആണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു, അല്ലെ? ഇതിൽ ഒന്നാമത്തെ റീസൺ ഞാൻ പറഞ്ഞത് എംപവർ ഇന്റർനാഷണൽ ആണ്. എന്താണ് എംപവർ ഇന്റർനാഷണൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് മാർക്കറ്റിൽ 5 വർഷത്തിന് മുകളിലായിട്ട് ഇന്ന് പ്രോപ്പർ എഡ്യൂക്കേഷൻ സിസ്റ്റം മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കാദമിയാണ് ആക്ച്വലി ഈ ഒരു എംപവർ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഈ എംപവർ ഇന്റർനാഷണൽ ആണ് ഈ ഒരു പ്രൊജക്ട് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, പ്രസന്റ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് ഞാൻ പറഞ്ഞു. വാട്ട് ഈസ് ഡീസെൻട്രലൈസേഷൻ? എന്താണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൻട്രലൈസ്ഡ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്താണ് ഡീസെൻട്രലൈസ്ഡ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ നമ്മൾ കണ്ട എല്ലാ പ്രോഗ്രാമുകളും ശരിക്കും സെൻട്രലൈസ്ഡ് ആണ്. ഇന്നലെ വരെ നമ്മൾ മാർക്കറ്റിൽ കണ്ട എല്ലാ പ്രോഗ്രാമുകളും സെൻട്രലൈസ്ഡ് ആണ്. ലൈക്ക് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ,
ഇപ്പൊ 1 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ 2 ലക്ഷം ആക്കി തരുന്ന കമ്പനികളുണ്ട് മാർക്കറ്റിൽ. ഡബിളിംഗ് എന്ന് പറയുന്നത് അല്ല. അതേപോലെ തന്നെ ഡെയിലി 1% നമുക്ക് തരാമെന്ന് ഓഫർ ചെയ്യുന്ന കമ്പനികൾ മാർക്കറ്റിൽ കാണാൻ വേണ്ടി പറ്റും. ഡെയിലി 2% കൊടുക്കുന്ന കമ്പനികൾ മാർക്കറ്റിലുണ്ട്. അങ്ങനത്തെ പല ടൈപ്പിൽ പ്രൊജക്റ്റുകൾ മാർക്കറ്റിലുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ ഒരു കമ്പനി ഉണ്ടാവും, ഒരു ഓണർ ഉണ്ടാവും, ഒരു MD ഉണ്ടാവും. സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു കമ്പനി, ഒരു അതോറിറ്റി, ഒരു മാനേജിങ് ഒരു അതോറിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മാനേജിങ് ഡയറക്ടർ ഉണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിലാണ് ശരിക്കും എന്ത് ചെയ്യുക, സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമുകൾ റൺ ചെയ്യുക. ക്ലിയർ? അവര് പറയുന്ന രീതിയിൽ ഇപ്പൊ 1 ലക്ഷം ഇട്ടു, ഫോർ എക്സാമ്പിൾ പറയുക വെച്ചാല് ഇപ്പൊ രാജ്യമായിട്ട് 1 ലക്ഷം രൂപ കൊണ്ട് ഇതൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാണെന്ന് വിചാരിക്കാം. അവിടെ നിന്ന് കിട്ടുന്ന ഓഫർ എന്താ, 1 ലക്ഷം 2 ലക്ഷം ആക്കി തരാന്നാണ്, അല്ലെങ്കിൽ ഡെയിലി 1% വെച്ച് റിട്ടേൺ തരാന്നാണ് കമ്പനി കൊടുക്കുന്ന ഓഫർ. അപ്പൊ ഡെയിലി നമ്മൾ രാജ്യത്തിന്റെ 1 ലക്ഷം കമ്പനിയിൽ ഉണ്ടെങ്കിൽ ഡെയിലി 1% വെച്ച് റിട്ടേൺ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും, ഇല്ല? അപ്പോ 1 ലക്ഷം 2 ലക്ഷം ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് രാജേട്ടൻ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് പോസിറ്റീവ് ആവും. കാരണം 1 ലക്ഷം കിട്ടു, 2 ലക്ഷം കിട്ടി, പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ആയിട്ടുള്ള ആളുടെ അടുത്ത മൂവ് എന്താണ്, എവിടെന്നെങ്കിലൊക്കെ ഒരു 10 ലക്ഷം അറേഞ്ച് ചെയ്തിട്ട് കടം മേടിച്ചിട്ട് ആ കമ്പനി കൊണ്ടുപോയിട്ട് ഇടുക എന്നുള്ളതാണ് അടുത്ത രാജേട്ടന്റെ മൂവ്. അങ്ങനെ 10 ലക്ഷം കൊണ്ടുപോയിട്ട് ഇടുകയും ചെയ്യും. അവിടെ മാത്രം നിൽക്കുമോ നമ്മൾ? ഇല്ല, കുറെ ആൾക്കാരെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, ആ കമ്പനിയിൽ ജോയിൻ ചെയ്യിപ്പിക്കും. ഈ സമയത്താണ് ശരിക്കും എന്ത് ചെയ്യുക, കമ്പനി പൂട്ടി പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നത്. ഇങ്ങനെ കമ്പനി പൂട്ടി പോയി കഴിഞ്ഞാൽ രാജേട്ടനെ സംബന്ധിച്ചിടത്തോളം രാജേട്ടൻ 2 നഷ്ടമാണ്. എന്താണ് ഒന്നാമത്തെ നഷ്ടം? ഒന്നാമത്തെ നഷ്ടം കാശ് പോയി, പിന്നെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആവില്ല. രണ്ടാമത്തെ നഷ്ടം എന്ന് പറയുന്നത് ആളുടെ കോണ്ടാക്ട്സ്, കുറച്ച് ആൾക്കാരെ കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആ റിലേഷൻഷിപ്പും കൂടി നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം മാർക്കറ്റിൽ ഉണ്ടാവും. ഇതാണ് ആക്ച്വലി സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു എൻഡ് ഉണ്ട്. എന്തുകൊണ്ട് ഇത്രയും ആധികാരികമായിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ വന്ന എല്ലാ പ്ലാറ്റ്ഫോമും, എല്ലാ സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമും എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണത്. 1 ലക്ഷം അവർ 2 ലക്ഷം ആക്കി തരാന്ന് പറയുന്നത് ട്രേഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാക്കി തരാന്ന് പറയുന്നത്. സുഹൃത്ത്, ഞാനും ട്രേഡർ ആയിരുന്നു. 2018 മുതൽ ഞാൻ ക്രിപ്റ്റോ മേഖലയിലിട്ട്. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുത്ത ഒരാളാണ്. അതേ മാർക്കറ്റിൽ തന്നെ പ്രോഫിറ്റ് എടുക്കുന്ന അതേ മാർക്കറ്റിൽ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ലോസും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ട്രേഡിംഗിൽ എന്ന് പറയുന്നത് ലാഭമുണ്ട്, നഷ്ടമുണ്ട്. പക്ഷെ നമുക്ക് ഓഫർ ചെയ്യുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭം മാത്രം തരാമെന്നാണ്. അപ്പൊ ലാഭം മാത്രം തരുന്ന കമ്പനി, ലാഭം തരാന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് ആ മണി റൊട്ടേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് സെൻട്രലൈസ്ഡ്. ഈ എന്തുകൊണ്ട് ഇത്രയും സീരിയസ് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എത്ര ആൾക്കാർ കേട്ടാലും പിന്നെയും ഈ സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടിട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ് റീസൺ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന റീസൺ, എന്റെ കാശ് കുറച്ച് മുമ്പുള്ള കമ്പനിയിൽ പോയിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കേണ്ടതാണ്. സുഹൃത്തെ, ഒരു മാസത്തിൽ 3-4 കമ്പനികളാണ് കൂട്ടിയിട്ട് പോകണം. അതേ സമയത്ത് 5-6 കമ്പനികൾ ഒരു മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊരു എൻഡ് ഉണ്ടാവില്ല, ഇതിന് ഒരു എൻഡ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എങ്ങനെ ഇനി അതിൽ പെടാതിരിക്കും? അവിടെയാണ് ശരിക്കും എംപവർ ഇന്റർനാഷണലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ളത്. എംപവറുടെ ടാർഗറ്റ്, എംപവറിന്റെ വിഷൻ ഇത്രയേ ഉള്ളൂ. ഇനി മാർക്കറ്റിലുള്ള ഒരാളുടെ കാശും എന്ത് ചെയ്യരുത്, ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിലും പോകരുത്, ഒരു ഫണ്ട് കമ്പനിയിലും എന്ത് ചെയ്യരുത്, ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തിയുടെ കാശ് പോകരുത് എന്നുള്ള ഒരൊറ്റ വിഷയോട് കൂടിയിട്ടാണ് ഇന്ന് എംപവർ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ആശയം, ഈ ഒരു എഡ്യൂക്കേഷൻ മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എങ്ങനെയാണ് കാശ് പോവാതിരിക്കുക? നിങ്ങളുടെ കാശ് ഇനി പോവാതിരിക്കാനുള്ള ആകെ ഉള്ള റീസൺ എന്ന് പറയുന്നത് ഈ സെൻട്രലൈസും ഡീസെൻട്രലൈസും തമ്മിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എംപവർ ഇന്റർനാഷണൽ 5 വർഷമായിട്ട് മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. പല ട്രെയിനിങ്ങുകളായിട്ട്, അല്ലെങ്കിൽ പല സ്ഥലങ്ങൾ, കേരളത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓഫ്ലൈൻ പ്രോഗ്രാമുകളും ഇതേപോലെ ഓൺലൈൻ പ്രോഗ്രാമുകളും സക്സസ്ഫുൾ ആയിട്ട് 5 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഈ 7 AM 7 മണിക്ക് നടക്കുന്ന പ്രോഗ്രാം വന്നപ്പോൾ 1200 ദിവസങ്ങൾക്ക് മുകളിലായിട്ട് മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി, ഇതിന്റെ പുറകിൽ ഒരു സിസ്റ്റം, ഒരു സ്ട്രോങ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, എംപവറിന്റെ പുറകിൽ റൺ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഒരു നമ്മുടെ കൊച്ചിയിൽ വെച്ചിട്ട് വലിയൊരു ക്രിപ്റ്റോ കോൺക്ലേവ് നടന്നായിരുന്നു. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? യൂട്യൂബൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ക്രിപ്റ്റോ കോൺക്ലേവിൽ ശരിക്കും നമ്മുടെ മിർസാദ് മക്തൂബ് ഒക്കെ കണ്ടക്ട് ചെയ്ത, ഷാജഹാൻ അബൂബക്കറെ പോലെ ഒരുപാട് ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള, ഈ മേഖലയിൽ ഒരുപാട് നോളജ് ഉള്ള വ്യക്തികളെ ലീഡ് ചെയ്ത ആ ഒരു പ്രോഗ്രാമിൽ ശരിക്കും എംപവർ ഇന്റർനാഷണലിന് ഒരു ഇൻവിറ്റേഷൻ കിട്ടി എന്നുള്ളത് നമുക്ക് പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത്രയും ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള
പ്രോഗ്രാമുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് എംപവർ ഇന്റർനാഷണലിന് ഈ ഒരു ചാൻസ് കിട്ടി, അല്ലെങ്കിൽ ഇത്രയും കമ്മ്യൂണിറ്റി അവിടെ കയറ്റാനുള്ള ചാൻസ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട് എംപവർ എന്താണ് 5 വർഷമായിട്ട് മാർക്കറ്റിൽ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത്. സുഹൃത്തെ, ഞാൻ ഇത്രയും പറയാനുള്ള കാരണം നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, എംപവർ എന്ന് പറയുന്ന നമ്മുടെ ബേസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. ഈ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു എംപവർ ഇന്റർനാഷണൽ ആണ് ഈ ഒരു കോയിൻ ഫോർജ് എന്നുള്ള ആശയം. ഈ കോയിൻ ഫോർജ് എന്ന് പറയുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് സ്മാർട്ട് കോൺട്രാക്ട് മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞത് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കണം. ഇപ്പൊ സെൻട്രലൈസ്ഡ് ഒരു കമ്പനി, ഒരു ഓണർ, ഒരു MD ഈ ഒരു രീതിയിലാണ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ഡീസെൻട്രലൈസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കമ്പനി ഇല്ല, ഇവിടെ ഓണർ ഇല്ല, ഇവിടെ MD ഇല്ല. ഇവിടെ ഇതൊക്കെ ഉണ്ട്, ഇവിടെ ഡീസെൻട്രലൈസ്ഡിന് ഇതൊന്നും ഇല്ല. അപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കും, ഇതൊക്കെ ഉണ്ടായിട്ടും ആൾക്കാരുടെ കാശ് എന്ത് ചെയ്യുന്നു, ഇവിടെ പോകുന്നു. അപ്പൊ ഇതൊന്നും ഇല്ലാതെ എങ്ങനെ നമ്മൾ ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിനെ ട്രസ്റ്റ് ചെയ്യും? ഒരു ചോദ്യം. അപ്പൊ ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം എങ്ങനെ റൺ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള കോയിൻഫോർജ് റൺ ചെയ്യുന്നത്. വാട്ട് ഈസ് ലേറ്റസ്റ്റ് ടെക്നോളജി? എന്താ ലേറ്റസ്റ്റ് ടെക്നോളജി? ഇന്ന് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആണ് ശരിക്കും എന്ത് ചെയ്യുന്നത്. ഇന്ന് ആ ഒരു ടെക്നോളജിയിലാണ് ഇന്ന് നമ്മുടെ കോയിൻഫോർജ് എന്ന് പറയുന്ന സ്മാർട്ട് കോൺട്രാക്ട് റൺ ചെയ്യുന്നത്. കുറച്ച് വേർഡുകളൊക്കെ ഞാൻ അവിടെ യൂസ് ചെയ്തു. എന്താണ് ഡീസെൻട്രലൈസേഷൻ, സ്മാർട്ട് കോൺട്രാക്ട്, ബ്ലോക്ക് ചെയിൻ, അല്ലെ? പുതിയ വാക്കുകളായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഈ വാക്കുകളൊന്നും ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ ടെക്നോളജി എത്രത്തോളം മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ വാട്ട് ഈസ് ബ്ലോക്ക് ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റ സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാർക്കറ്റിലുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ആക്ച്വലി ബ്ലോക്ക് ചെയിൻ. ഓക്കെ, ഇപ്പൊ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കാലഘട്ടം, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ സൂചിപ്പിച്ച കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ബിസിനസ് ചെയ്താൽ നമുക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. അപ്പൊ കാലഘട്ടം എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിയണം. അതിനാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് Web 1, Web 2, Web 3. ഇത്തരം മനസ്സിലാക്കിയാൽ മതി. Web 1 നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? Web 1 നമ്മുടെ ട്രാൻസാക്ഷൻ എങ്ങനെയായിരുന്നു? Web 1 നമ്മൾ റീഡ് ഓൺലി ആയിരുന്നു, അല്ലെ? ഒരു മെയിൽ മാത്രം അയച്ചിട്ടായിരുന്നു നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാഷ് അയച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ മണി ഓർഡർ വഴിയായിരുന്നു. അത് നേരെ Web 2 വന്നു. Web 2 വന്നപ്പോൾ എന്ത് ചെയ്തു? അതൊക്കെ സെർവറിനെ റിലേറ്റ് ചെയ്തിട്ടായി റൺ ചെയ്യും. നമ്മുടെ ട്രാൻസാക്ഷൻ സെർവറിനെ റിലേറ്റ് ചെയ്തിട്ടായി, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സെർവറിനെ റിലേറ്റ് ചെയ്തിട്ടായി, അല്ലെ? ആപ്ലിക്കേഷനുകൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? Web 2 ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പേയ്മെന്റ് ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ, Paytm, അല്ലെ? ഇതൊക്കെ നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല ആൾക്കാരും. അപ്പൊ ഇത് Web 2 ആണ്. ഇവിടെ Web 2 ശരിക്കും ഒരു പുതിയൊരു വേർഷൻ മാർക്കറ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ മാർക്കറ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ശരിക്കും അവിടെ ഒരു പ്രോബ്ലം വേണം. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലാണ് ഒരു അപ്ഡേഷന്റെ ആവശ്യം മാർക്കറ്റുള്ളൂ. എന്താണ് നമ്മൾ ഫേസ് ചെയ്ത Web 2 നമ്മൾ ഫേസ് ചെയ്ത പ്രോബ്ലം എന്താ ഒന്ന് ചിന്തിച്ചു. Web 2 ഞാൻ പറഞ്ഞു സെർവറിനെ റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, Web 2 റൺ ചെയ്യണം. അപ്പോ ഈ സെർവറിനെ ഹാക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റാസ് ചോർന്നു പോകുന്ന ഒരു സാഹചര്യം Web 2 വന്നു. നിങ്ങൾ കേട്ട ന്യൂസ് തന്നെ, ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തു, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തു, ഗൂഗിൾ പേന്ന് ഫണ്ട് പോയി, അല്ലെ? ഈ ന്യൂസുകളൊക്കെ നമ്മൾ Web 2 കേട്ടതാണ്. അപ്പോ ഇവിടെ എന്ത് ചെയ്യണം? പുതിയ ഹാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ടെക്നോളജി മാർക്കറ്റിൽ വരണം. അതാണ് Web 2 സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹാക്ക് ചെയ്യാൻ പറ്റാത്ത നോൺ ഹാക്കബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി എവിടെ വരണം? Web 3 വരണം. അങ്ങനെ Web 3 വന്ന ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ? അവിടെ സെർവർ അല്ല, ഇവിടെ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞ ടെക്നോളജി എന്ത് ചെയ്തു? Web 3 വന്നു. അവിടെയാണ് ഡീസെൻട്രലൈസേഷൻ വന്നത്. അവിടെയാണ് സ്മാർട്ട് കോൺട്രാക്ട് വന്നത്. പേയ്മെന്റ് മെത്തേഡുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള RBIയുടെ കീഴിൽ റൺ ചെയ്യുന്ന INR ഒക്കെയാണ് നമ്മൾ ഇന്ന് ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ CBDC പോലെ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഒക്കെ പോലെ ക്രിപ്റ്റോ കറൻസികൾ മാർക്കറ്റിൽ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പൊ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തത് ഏതിലാണ്? Web 3 അപ്പൊ Web 3 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ ബ്ലോക്ക് ചെയിന്റെ വരവായി, ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമുകളുടെ വരവായി, അതേപോലെ തന്നെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ മാർക്കറ്റിൽ വന്നു. ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അല്ലെ, നമ്മൾ മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ സെക്ടേഴ്സിലും ഈ പറഞ്ഞ എല്ലാം ഡീസെൻട്രലൈസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പൊ തമിഴ്നാട് ഗവൺമെന്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫുള്ളി എല്ലാ കാര്യങ്ങളും ഡീസെൻട്രലൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2020 മുതലേ തമിഴ്നാട് ഗവൺമെന്റ് തുടങ്ങിയിട്ടുണ്ട് പണി. 2008 മുതലേ ബ്ലോക്ക് ചെയിൻ മാർക്കറ്റിൽ ഉണ്ടെങ്കിലും 2020 ശരിക്കും തമിഴ്നാട് ഗവൺമെന്റ് ബ്ലോക്ക് ചെയിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് അതിന്റെ ഒരു അതോറിറ്റി എല്ലാം കൊണ്ടുവന്നത്. ഇന്ന് പല സ്റ്റേറ്റുകളും ഈ ബ്ലോക്ക് ചെയിൻ എന്ത് ചെയ്തു ഉപയോഗിച്ചു തുടങ്ങുന്നുള്ളതാണ്. ഇപ്പോ നമ്മുടെ UP ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഫുള്ള് റൺ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയുടെ കീഴിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തത്? സിമ്പിൾ, ഒരാൾക്കും ഹാക്ക് ചെയ്യാൻ പറ്റാത്ത നമ്മളുടെ ഡാറ്റ സെക്യൂർഡ് ആയിട്ടിരിക്കുന്ന ഒരു ടെക്നോളജി ആയതുകൊണ്ടാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജി മാർക്കറ്റിൽ വന്നത്. ഈ ടെക്നോളജിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് മാർക്കറ്റിൽ കോയിൻ ഫോർജ് റൺ ചെയ്യുന്നത്. ഇപ്പൊ ഈ കേരളത്തിൽ എത്രത്തോളം ബ്ലോക്ക് ചെയിൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ലാസ്റ്റ് അപ്ലൈ ചെയ്ത ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അപ്ലൈ ചെയ്ത ഒരു സെക്ടർ എന്ന് പറയുന്നത് PSC ആണ്. നമ്മൾ PSC എന്ന് പറയുന്ന പബ്ലിക് സർവീസ് കമ്മീഷനിലാണ് ശരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നമ്മുടെ വിവര വിനിമയം സുതാര്യമാക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്മുടെ കേരള ഗവൺമെന്റിന് ആകെ ഉണ്ടായിരുന്ന ലാസ്റ്റ് സൊല്യൂഷൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം മാർക്കറ്റിൽ ബ്ലോക്ക് ചെയിൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ ടെക്നോളജി ഇപ്പൊ കുറച്ചു കാലം മുമ്പ് നമ്മുടെ കേരള PSCക്ക് വലിയൊരു ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്തായിരുന്നു അല്ലെ? എന്താണ്, ഡാറ്റാസ് ഒക്കെ ചോർന്നു പോയി എന്ന് പറഞ്ഞ, ചോദ്യ പേപ്പറൊക്കെ ചോർന്നു പോകുന്ന ഒരുപാട് പ്രോബ്ലം വന്നു. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് അവിടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടെക്നോളജി, അപ്പൊ ആ ഒരു Web3നെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണേ, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണേ. നിങ്ങൾ ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്, ശ്രദ്ധിച്ചോ. Web3യിലുള്ളത് ഏതാണ്? ബ്ലോക്ക് ചെയിൻ, സ്മാർട്ട് കോൺട്രാക്ട്, ഡീസെൻട്രലൈസേഷൻ, ട്രാൻസാക്ഷൻ. നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിപ്റ്റോ കറൻസി. നമ്മുടെ കോയിൻ ഫോർജ് എന്ന് പറയുന്ന, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട് 100% ഡീസെൻട്രലൈസ്ഡ് ചെയ്ത സ്മാർട്ട് കോൺട്രാക്ട് ആണ്. ഇത് റൺ ചെയ്യുന്നത് പോളിഗൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിലാണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രൊജക്ട് കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ബിസിനസ് ആണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ കൊണ്ടുവന്നല്ലാന്ന്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലും ഗൂഗിളിലും ChatGPT-യിലൊക്കെ ചോദിച്ചാൽ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമുക്കൊന്നും ആർക്കും സമയമില്ല അല്ലെ? അപ്പൊ ഇവിടെ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കോയിൻ ഫോർജിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും? ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട്, ഈ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് എങ്ങനെ കോയിൻ ഫോർജിൽ വരുമാനം ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കോയിൻ ഫോർജ് ഫോക്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ അസറ്റാണ്. ഇവിടെ കോയിൻ ഫോർജ് ഡിജിറ്റൽ അസറ്റിനെ കുറിച്ചിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്. എന്താണ് ഇപ്പൊ ഡിജിറ്റൽ അസറ്റ്? മാർക്കറ്റിൽ 2008 മുതലേ ഡിജിറ്റൽ അസറ്റ് ഉണ്ട്. 2008 ആദ്യമായിട്ട് വന്ന ഒരു ക്രിപ്റ്റോ കറൻസി നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ അല്ലെ? ഒരു വേർഡ് ഞാൻ യൂസ് ചെയ്തേതാ, ശ്രദ്ധിച്ചോ? ക്രിപ്റ്റോ കറൻസി. വാട്ട് ഈസ് ക്രിപ്റ്റോ കറൻസി? 2008 മുതൽ തന്നെ മാർക്കറ്റിൽ എന്തുണ്ട്? ക്രിപ്റ്റോ കറൻസി ഉണ്ട്. ക്രിപ്റ്റോ കറൻസിയുടെ പ്രത്യേകത, ക്രിപ്റ്റോ കറൻസി ആദ്യമായിട്ട് 2008 വരുമ്പോൾ അവരുടെ ആശയം എന്തായിരുന്നു? അവരുടെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ വേൾഡ് വൺ കറൻസി എന്നായിരുന്നു. ഇതാണ് അവരുടെ ആശയം, വൺ വേൾഡ് വൺ കറൻസി. അപ്പോ എങ്ങനെയാണ് ഇത് പോസിബിൾ ആകാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ശരിക്കും ഒരു ഒടുക്കത്തെ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു മാർക്കറ്റാണ് ക്രിപ്റ്റോ. അത് നിങ്ങൾ 2008 മുതൽ അതിന്റെ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടും. 2008 ആദ്യമായിട്ട് വന്ന ഒരു കറൻസി എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആണ്. ബിറ്റ്കോയിൻ എന്നുള്ള പേര്, ഈ പേര് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മാർക്കറ്റിൽ ഭയങ്കര ഫെമിലിയർ ആണ്. അപ്പൊ ഈ 2008 വന്ന ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള ബിറ്റ്കോയിന്റെ അന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് വെറും 40 പൈസയാണ്, ₹1 താഴെ. ആ 40 പൈസയുള്ള ബിറ്റ്കോയിൻ 2010 ആയപ്പോ ₹2.85 എന്നുള്ള റേഷ്യോയിലേക്ക് എത്തി, ആ റേറ്റിലേക്ക് എത്തി 2010. അതേ ബിറ്റ്കോയിൻ ഇന്ന് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ കറന്റ് പ്രൈസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 60 ലക്ഷത്തിൽ എത്തിയിട്ടുണ്ട്. ഒരു ബിറ്റ്കോയിൻ തന്നെ 2008 ഒരു വാല്യൂ, 2010 ഒരു വാല്യൂ, 2026 നമ്മളൊക്കെ ഇമാജിൻ കൂടി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ 60 ലക്ഷത്തിലേക്ക് എങ്ങനെ എത്തി? ഇതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ എത്തി? ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ്. അപ്പൊ എന്തുകൊണ്ട് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ആയിട്ടാണ് മാർക്കറ്റിൽ ഇറങ്ങുക, ഒരു റൗണ്ട് ഫിഗർ ആയിരിക്കും. അപ്പൊ 2008 കുറച്ച് ആൾക്കാരാണ് ക്രിപ്റ്റോ യൂസ് ചെയ്തുള്ളൂ, ബിറ്റ്കോയിൻ യൂസ് ചെയ്തുള്ളൂ. 2010 ആയപ്പോ കുറച്ചുകൂടി ആൾക്കാർ എന്ത് ചെയ്തു? ഈ ക്രിപ്റ്റോ വാങ്ങാനും വിൽക്കാനൊക്കെ തുടങ്ങി, വിനിമയം നടത്താൻ വേണ്ടി തുടങ്ങി, കുറച്ച് പേര് ഹോൾഡ് ചെയ്യാനൊക്കെ തുടങ്ങി. ഇതേ ബിറ്റ്കോയിൻ 2026 എത്തിയപ്പോ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പോലെ
എലോൺ മസ്ക് പോലെ ലോകത്തിലുള്ള എക്കണോമിസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ക്രിപ്റ്റോ കറൻസി ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി ഇത് വാങ്ങാനും വിൽക്കാനും ഇതൊരു അസറ്റ് ആക്കിയിട്ടൊക്കെ എടുത്തു വെക്കാനൊക്കെ തുടങ്ങി. ഇതാണ് ഇതിന്റെ റേറ്റ് ഇത്രയും കൂടാനുള്ള, ഇതിന് 1 കോടി രൂപ വരെ എത്താനുള്ള റീസൺ. ലാസ്റ്റ് ഇന്നലത്തെ ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന ഒരു ടീം, അവര് എന്ത് ചെയ്തു, 400 ബില്യൺ ആണോ ബിറ്റ് കോയിൻ എന്ത് ചെയ്തിരിക്കണം, ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം, അവർ വാങ്ങിയിരിക്കണം. അങ്ങനെ എന്തോ ആണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ന്യൂസ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയും ഇതാണ് ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. ക്രിപ്റ്റോ കറൻസി ഇന്ന് മാർക്കറ്റിലെ ഒരു ഡിജിറ്റൽ അസറ്റ് ആണ്. സുഹൃത്തെ, നമ്മളുടെ അസറ്റ് എന്താ? നമ്മളുടെ അസറ്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നമ്മൾ ഗോൾഡ് മേടിച്ചിടും, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സ്ഥലം മേടിച്ചിടും. ഇതൊക്കെയാണ് നമ്മളുടെ അസറ്റ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ മതി. 2008 നമ്മൾ 1 പവൻ ഗോൾഡ് മേടിക്കാം. അതേ 2008 നമ്മൾ ഒരു സെന്റ് സ്ഥലം മേടിക്കാം. അതേ 2008 നിങ്ങൾ ഒരു 100 ബിറ്റ് കോയിൻ മേടിക്കുകയാണ്. ഇതിന്റെ പ്രൈസ് തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. 2008 1 പവൻ ഗോൾഡിന് എത്ര രൂപ ഉണ്ടായിരുന്നു? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. മാക്സിമം പോയി കഴിഞ്ഞാൽ 15,000 രൂപ. അത് ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ്? 1,30,000 അല്ലേ? അപ്പൊ 2008 നിങ്ങൾ 1 പവൻ ഗോൾഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും? 1,15,000 രൂപ ലാഭം കിട്ടുമായിരുന്നു. 2008 1 സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ സ്ഥലം നിങ്ങൾ 2026 വിൽക്കുകയാണെങ്കിൽ 1 സെന്റ് സ്ഥലത്തിന് അന്ന് എത്ര ഉണ്ടായിരുന്നു? 1 ലക്ഷമോ 2 ലക്ഷമോ കൊടുത്ത് മേടിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എത്ര കിട്ടിയായിരുന്നേ? ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ അല്ലെ? നമ്മുടെ ടൗൺ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപ ലാഭം കിട്ടിയാണ്. പക്ഷെ അതേ 2008 അല്ലെങ്കിൽ അതേ 2010 നിങ്ങൾ ഒരു 300 രൂപയ്ക്ക് ബിറ്റ് കോയിൻ മേടിച്ചിട്ടിരുന്നെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ അസറ്റ് എന്ന് പറയുന്നത് 60 കോടിയാണ്. പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? 2010 വെറും 300 രൂപയ്ക്ക് ബിറ്റ് കോയിൻ മേടിക്കാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ അസറ്റ് 60 കോടിയാണ്. നമ്മൾ ആരെങ്കിലും മേടിച്ചോ? വെറുതെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ കുറ്റക്കാരല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവയർനെസ് ഉണ്ടായിരുന്നല്ലോ നമുക്ക് ബിറ്റ് കോയിനെ കുറിച്ച്. 2010 വന്നിട്ട് ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് പറയാണ്, എടാ ബിറ്റ് കോയിൻ മേടിച്ചിട്ടോ 2026 50 ലക്ഷം ആവും എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിച്ചിട്ടില്ല. 100 രൂപയ്ക്കെങ്കിൽ 10 രൂപയ്ക്ക് നമ്മൾ മേടിച്ചിട്ടില്ലേ? പക്ഷെ അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു ആള് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്രേ ഉള്ളൂ. പക്ഷേ ഇനി ബിറ്റ് കോയിൻ മേടിക്കാൻ പറ്റും 60 ലക്ഷം കൊടുത്തിട്ട്? ഇസ് ഇറ്റ് പോസിബിൾ ഓർ നോട്ട്? ബിറ്റ് കോയിൻ ഇനി നമുക്ക് മേടിക്കാൻ പറ്റും 60 ലക്ഷം. നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലി ആയിപ്പോയി. സോ ഇനി നമ്മൾ അടുത്ത മാർക്കറ്റിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ പോലെ വളരാൻ സാധ്യതയുള്ള കറൻസി എന്ത് ചെയ്യുക, മാർക്കറ്റിൽ വാച്ച് ചെയ്യുക, അത് മേടിച്ചിടുക. ഇതാണ് ഇനി ആകെയുള്ള സൊല്യൂഷൻ ഉള്ളത്. നമുക്ക് ഡിജിറ്റൽ അസറ്റ് വേണം. ഇനിയുള്ള ഫ്യൂച്ചറിലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, നമുക്ക് സക്സസ് ആകാൻ വേണ്ടി പറ്റണം. അപ്പൊ അതിലേക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഇനിയെങ്കിലും ബിറ്റ് കോയിൻ പോലെ ആവാൻ സാധ്യതയുള്ള കറൻസികൾ ഏതാണെന്ന് ഫോക്കസ് ചെയ്യുക. സാധ്യതയുള്ള ഡിജിറ്റൽ അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സുഹൃത്തെ, കോയിൻ ഫോർജിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ കോയിൻ ഫോർജിന്റെ വിഷൻ എന്ന് പറയുന്നത് 100 കോടി കോയിനാണ് അവർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ക്രിപ്റ്റോ അവരുടെ NFT മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നുണ്ട്. അതിൽ നമുക്കുള്ള സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരൊക്കെയാണോ കോയിൻ ഫോർജിന്റെ ബിഗിനിങ് സ്റ്റേജിൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അവർക്ക് ഈ പറഞ്ഞ ക്രിപ്റ്റോ കറൻസിയും ഈ NFT ഒക്കെ കിട്ടാനുള്ള സാധ്യത ഇന്ന് മാർക്കറ്റിലുണ്ട്. അതിലേക്കാണ് ശരിക്കും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത് കോയിൻ ഫോർജ്. മാർക്കറ്റിൽ 100 കോടി കോയിൻ മാർക്കറ്റിൽ അവർ കൊണ്ടുവരുമ്പോൾ അതിന്റെ ഒരു പെർസെൻറ്റേജ്, ഒരു 20 to 30% ആരൊക്കെയാണോ അതിലേക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, സഹായിക്കുന്നത്, അവർക്ക് അതിന്റെ ഒരു പെർസെൻറ്റേജ് കൊടുക്കുന്നു. കുറച്ചുകൂടി ഈസി ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, ബിറ്റ് കോയിനും അതേപോലത്തെ ബിറ്റ് കോയിനൊക്കെ ഇത്രയും റേറ്റ് ഉണ്ടാവാനുള്ള കാരണം, അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ മാർക്കറ്റിൽ സക്സസ് ആവാനുള്ള കാരണം കസ്റ്റമേഴ്സ്, കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ഈ കമ്മ്യൂണിറ്റിനെ ഓൾറെഡി 10 മാസമായിട്ട് കോയിൻ ഫോർജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 2025 മാർച്ച് സ്റ്റാർട്ട് ചെയ്ത കോയിൻ ഫോർജ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കമ്മ്യൂണിറ്റി ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ ഓൺ കറൻസി ആയിട്ടുള്ള ക്രിപ്റ്റോയും അവരുടെ NFT മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോണത്. അപ്പൊ അവർ പറഞ്ഞു, അവരുടെ റോഡ് മാപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ 3 പ്രോഗ്രാം അവർ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ മൂന്നാമത്തെ പ്രോഗ്രാമാണ് എന്നെ ശരിക്കും അതിശയിപ്പിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരൊക്കെയാണോ അവർ പറയുന്ന ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നത് അവർക്ക് NFT വഴി
നോൺ ഫഞ്ചബിൾ ടോക്കൺസ് വഴി അവരെന്ത് ചെയ്യും, അവരുടെ റോയാലിറ്റി കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര? 2025 മാർച്ചിൽ. അത് പറഞ്ഞ വാക്ക് എന്ത് ചെയ്തു, ഇപ്പൊ ജനുവരിയിലും ഫെബ്രുവരിയിലും ആയിട്ട് അവർ പറഞ്ഞ വാക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി മാർച്ച് 1 അത് നമുക്ക് കാണാം അവർ കംപ്ലീറ്റ് ചെയ്യോ ഇല്ല എന്നുള്ളത്. സോ NFT-യിലൂടെ, ആ ഡിജിറ്റൽ അസറ്റിലൂടെ എല്ലാ മാസവും വരുമാനം മേടിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇന്ന് നമ്മുടെ എംപവർ ഫാമിലിയിലുണ്ട്. കോയിൻ ഫോർജിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡിജിറ്റൽ അസറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ശരിക്കും കോയിൻ ഫോർജ് നമുക്ക് തരുന്നത്. അപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇത് എങ്ങനെ ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ഇവിടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. ഒരു 5 മിനിറ്റ്സ് എന്ത് ചെയ്യുക, എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഇത് വരുമാനം ഉണ്ടാക്കാന്ന് പറയാൻ വേണ്ടി പോകണം. ഇത്ര നേരം നമ്മൾ മാർക്കറ്റിലുള്ള വെബ് 3നെ കുറിച്ചും ബ്ലോക്ക് ചെയിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി പറയാൻ വേണ്ടി പോണത് നിങ്ങൾക്ക് എങ്ങനെ ഇതൊരു വരുമാന മാർഗമാക്കി മാറ്റാം. ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങളുടെ ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോസിബിൾ അല്ല, നടക്കാത്ത കാര്യം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്മാർട്ട് കോൺട്രാക്ട് ആണെന്ന് പറഞ്ഞു. 2025 മാർച്ചിൽ ഫോർജ് റേസിൽ തുടങ്ങിയ പ്രോഗ്രാം ഇന്ന് ഫോർജ് റിവോൾവിൽ വരെ എത്തിയിരിക്കുന്നു. ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത പ്രോഗ്രാം റിവോൾവ് ആണ്. ഇവിടെ റിവോൾവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 8 കോൺട്രാക്ട് ആണുള്ളത്, 8 സ്മാർട്ട് കോൺട്രാക്ട്. ഈ 8 സ്മാർട്ട് കോൺട്രാക്ടിന് ഓരോ കോൺട്രാക്ടിന് ഓരോ വാല്യൂ ആണ്. ലൈക്ക് ഒന്നാമത്തെ കോൺട്രാക്ടിന്റെ വാല്യൂ $15 ആണ്, രണ്ടാമത്തെ കോൺട്രാക്ടിന്റെ വാല്യൂ $25, മൂന്നാമത്തെ 50, 100, 200, 400, 800, 1500. ഇങ്ങനത്തെ ടോട്ടല് 8 കോൺട്രാക്ട്. ഓക്കെ, ഈ 8 കോൺട്രാക്റ്റിൽ നമുക്ക് എത്രയാണോ അഫോർഡബിൾ ആയിട്ടുള്ള കോൺട്രാക്ട് അത് എടുത്തുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പർച്ചേസ് ചെയ്തുകൊണ്ട് കസ്റ്റമർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് കയറി നിൽക്കാന്ന് പറയാം. ഓക്കെ, അപ്പൊ 8 കോൺട്രാക്റ്റും കൂടി ഒരേ ടൈമിൽ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ എത്ര വാല്യൂ വരും? എല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ ഒരു $3090. $1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 97 രൂപയാണ്. ഇപ്പൊ 97 × 3090 നോക്കി കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ വാല്യൂ അറൌണ്ട് ഒരു 3 lakhന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, ആകെ വരുന്നത് എമൗണ്ട്. ഈ 3 lakh ഉണ്ടെങ്കിൽ നമുക്ക് 8 കോൺട്രാക്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ, 8 കോൺട്രാക്ട് ഉണ്ടെങ്കിൽ തന്നെ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 7 കോൺട്രാക്ട് ആണോ വേണ്ടത്, ഒരു 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 7 കോൺട്രാക്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ 6 കോൺട്രാക്ട് ആണ് വേണ്ടത്, ഏകദേശം 78,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 6 കോൺട്രാക്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ 6 കോൺട്രാക്ട് അല്ല 5 കോൺട്രാക്ട് മതി എന്നുണ്ടെങ്കിൽ ഒരു 38,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 കോൺട്രാക്ട് നമുക്ക് പറ്റും. അപ്പൊ ഒരു കസ്റ്റമറിന് എത്രയാണോ അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ട് അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഇവിടെ അസറ്റ് ആയിട്ട് മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഈ $3090 കൊടുത്തിട്ട് നിങ്ങൾ 8 കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുന്ന ആ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് 1545 ടോക്കൺ കിട്ടും. ഇതാണ് ഫസ്റ്റ് കിട്ടുന്ന ബെനിഫിറ്റ്. 1545, 50%. രണ്ടാമത് അതേ ടൈമിൽ നിങ്ങൾക്ക് ഒരു റെഫറൽ ലിങ്കും കൂടി കിട്ടും, ഒരു അഫിലിയേഷൻ ലിങ്ക്. ഈ ലിങ്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ലിങ്ക് വെച്ചിട്ട് ഈ പ്രൊജക്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഗൂഗിൾ പേ ഒക്കെ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഗൂഗിൾ പേയിലൊക്കെ അഫിലിയേഷൻ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. അഫിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒരാൾക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 251 രൂപയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സമയം ഒരു അഡീഷണൽ ഇൻകം ആണ്, ഒരു റിവാർഡാണ്. അതേപോലെ ഈ കിട്ടുന്ന അഫിലിയേഷൻ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾ ഒരാളെ അഫിലിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള ഒരു വ്യക്തിക്ക് ഈ ലിങ്ക് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 75% ടോക്കൺസ് എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും. അതിന് ഈക്വൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ടോക്കൺസ് നിങ്ങളുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആവും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ $3090 മുടക്കിയിട്ട് ഒരു 1545 ടോക്കൺ മേടിച്ചു. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ലിങ്ക് ഉണ്ടല്ലോ, ഈ ലിങ്ക് വെച്ചിട്ട് നിങ്ങളുടെ സുഹൃത്തിനെ കൂടി ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ 2300 ടോക്കണിനും കൂടി എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടുന്നു. 2300+ ടോക്കൺ കൂടി നിങ്ങളുടെ വാലറ്റിലേക്ക് കിട്ടും. അത് കൂടാതെ ഏകദേശം ഒരു 2 ലക്ഷം രൂപ വരെ വെറുത്ത് വരുന്ന ഒരു USDT കൂടി നിങ്ങൾക്ക് കിട്ടും. കിട്ടിയോ? ക്ലാരിറ്റി കിട്ടിയോ? 8 കോൺട്രാക്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തു. ഈ 8 കോൺട്രാക്റ്റിൽ നിങ്ങൾക്ക് 1545 ടോക്കൺ കിട്ടി. അവിടെ നിന്ന് കിട്ടിയ റെഫർ ലിങ്ക് വെച്ചിട്ട് നിങ്ങളുടെ സുഹൃത്തിലേക്ക് നിങ്ങൾ ബിസിനസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഒരു അവസരം നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, 75% 2300+ ടോക്കണും കിട്ടും, 2 ലക്ഷം രൂപ വർത്തുള്ള USDT കിട്ടുന്നു. അപ്പൊ 2 പേർക്ക് ബിസിനസ് കൊടുത്താലോ 4 ലക്ഷം രൂപ വർത്തുള്ള USDT കിട്ടും. ഏകദേശം 4600 ടോക്കൺ, 600 സംതിങ് ടോക്കൺ കിട്ടും. നമ്മളുടെ മുടക്കുമുതൽ എന്ന് പറയുന്നത് 3 ലക്ഷം രൂപ.
നമ്മൾ 2 പേരിലേക്ക് ബിസിനസ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ കിട്ടുന്നത് 4,10,000 രൂപ, 1,00,000 രൂപ ലാഭം. നിർബന്ധമില്ല കേട്ടോ, ഇവിടെ ആളെ പിടിക്കണം അല്ലെങ്കിൽ അഫിലിയേറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഡിജിറ്റൽ, ഇനി എന്തായാലും ബിറ്റ് കോയിൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, ഇനി അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 3 ലക്ഷം രൂപ ഒരാള് ഇവിടെ മുടക്കുമ്പോ അതിന്റെ 2 ലക്ഷത്തിന് 2 ലക്ഷമല്ല, അതിന്റെ 80% മാർക്കറ്റിൽ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്നുള്ളൊരു പ്രോസസ്സിന് വേണ്ടിയിട്ട് അവർ റീഇൻവെസ്റ്റ് ചെയ്യണം. കമ്പനിക്കല്ല പോണത്. ഇപ്പൊ ബാക്കിയുള്ള 20% എവിടേക്കാൻ പോണേ? അത് റോയാലിറ്റി എന്ന് പറയും. NFT നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞില്ല, ആ റോയാലിറ്റിക്കാണ് ബാക്കിയുള്ള 20% പോണത്. അപ്പൊ ഇത് എന്തിനാണ് മാർക്കറ്റിലേക്ക് തന്നെ ഇവർ 100% ഇടുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ കമ്പനിക്ക് ഒരു ലാഭമൊന്നുമില്ല. ഇവിടെ ഈ എന്തുകൊണ്ട് 80% അത് അഫിലിയേഷൻ പ്രോഗ്രാമിന് വേണ്ടി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്നാലാണ് കമ്മ്യൂണിറ്റി ഇവിടെ ബിൽഡ് ചെയ്യപ്പെടുള്ളൂ. ഇപ്പൊ ഗൂഗിൾ പേ മാർക്കറ്റിൽ എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാരിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ്ങിൽ ഒരു 201 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. 201 രൂപ കൊടുക്കുമ്പോൾ ഒരു ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് മൊബൈൽ റീചാർജ് ചെയ്യാൻ പറ്റില്ല, അന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല, ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്ത് തുടങ്ങി? ഇന്ന് പല സർവീസും അതിൽ തുടങ്ങി. അപ്പൊ എല്ലാത്തിന്റെ ബേസ് കമ്മ്യൂണിറ്റിയാണ്. 10 മാസമായിട്ട് കോയിൻ ഫോർജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. ഇനി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഈ കോയിന്റെ റേറ്റ് കൂടുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എന്താ, നമ്മൾ ഓൾറെഡി ബിറ്റ് കോയിനിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു അതിന്റെ റേറ്റ് ഒക്കെ കൂടിയത്. സോ ഇവിടെ അവര് ഫോക്കസ് ചെയ്യുന്നത് ഇനിയുള്ള സമയത്ത് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്റെയൊക്കെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ടോക്കൺസ് കയ്യിലാക്കുക എന്നുള്ളതാണ്. മിനിമം 1 ലക്ഷം ടോക്കൺസ് കയ്യിലാക്കുക. ഈ 1 ലക്ഷം ടോക്കൺസ് കയ്യിലാക്കാൻ വലിയ പണിയൊന്നും ഇല്ല. ഈ 1 ലക്ഷം ടോക്കൺ ഒന്നിന് $1 എത്തുകയാണെങ്കിൽ തന്നെ, $1 കോടി രൂപയുടെ അസറ്റായി. ഒന്നിന് $2 എത്തുകയാണെങ്കിലോ $2 ലക്ഷം അസറ്റ്, 2 കോടി രൂപയുടെ അസറ്റ്. ഒന്നിന് എങ്ങാനും 10,000 രൂപയുള്ള അവസ്ഥ ആലോചിക്കുക. ഇതാണ് ലോങ് വിഷൻ, ഇതാണ് ഡിജിറ്റൽ അസറ്റിന്റെ ശരിക്കും പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ സുഹൃത്തെ, ഒരു 5 പേരിലേക്ക്, വെറും ഒരു 5 പേരിലേക്ക് നിങ്ങളുടെ കോൺടാക്ട്സ് എല്ലാം, നമ്മുടെ കോൺടാക്ട്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്ര കോൺടാക്ട്സ് ഉണ്ട്. ഈ ഉപയോഗിക്കാത്ത ഈ കോൺടാക്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാ? നമ്മളെ സ്റ്റാറ്റസ് ആരൊക്കെ നോക്കിയിട്ടുണ്ട്, ഇതിനൊക്കെയാണ് നമ്മൾ കോൺടാക്ട്സ് യൂസ് ചെയ്യുന്നത്. ഇതേ കോൺടാക്ട്സിൽ ഒരു 5 പേരിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്ന് എത്തിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, അവരിലേക്ക് ഈ പറഞ്ഞ 8 കോൺട്രാക്റ്റും ഫോർജറീസും കണക്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു NFT ഹോൾഡറായി. ഈ NFT ഹോൾഡ് ചെയ്യുന്ന ആളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ മാസവും ഒരു ഇൻകം, ഒരു ഫിക്സഡ് ഇൻകം, ഒരു 20% ഇതിനു വേണ്ടി റോയാലിറ്റിക്ക് വേണ്ടി പോകുന്നില്ലേ, അതിന്റെ ഒരു certain percentage ഓഫ് ഇൻകം എല്ലാ മാസവും നമ്മുടെ വാലറ്റിലേക്ക് വരുന്നു. നമ്മൾ പിന്നെ അവിടെ വർക്ക് ചെയ്താലും വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും. അപ്പൊ ഇതാണ് ശരിക്കും റോയാലിറ്റി കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ ഒരാളിലേക്ക് ബിസിനസ് കൊടുത്തു, അവൻ്റെതായ ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് അവന്റെ ബിസിനസ് ആയിട്ട് ഇത് കൊണ്ടുപോകുമ്പോൾ അതിലും നമുക്കൊരു കമ്മീഷൻ ഉണ്ട്. അതിനെ ലെവൽ കമ്മീഷൻ എന്ന് പറയും. ഒരു 10 ലെവൽ അടിയിൽ നിന്നൊക്കെ കമ്മീഷൻ കയറി വരാനുള്ള ഒരു റിവോൾവിംഗ് സിസ്റ്റം ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അങ്ങനത്തെ അഡ്വാൻസ്ഡ് സിസ്റ്റം വെച്ചിട്ടാണ് ശരിക്കും കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം റൺ ചെയ്യുന്നത്. സുഹൃത്തെ, വീട്ടിലിരുന്നിട്ട് നമ്മുടെ വീട്ടമ്മമാര് 30 ലക്ഷം 25 ലക്ഷം ഒക്കെ വരുമാനം പിടിച്ച ഒരു എംപവറിലുണ്ട്. ബ്ലോക്ക് ചെയിൻ സർട്ടിഫിക്കറ്റ് എടുത്ത ആൾക്കാരുടെ ഞാൻ പറയണത്, അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഇതിൽ 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് പഠിച്ച ആൾക്കാരുടെ അല്ലേ പറയുന്നത്. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാര് എംപവറിന്റെ കൂടെ നിന്നിട്ട് വരുമാനം വീട്ടിലുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ടൈം, നിങ്ങൾ ജോലിക്കാരനാണോ, നോ പ്രോബ്ലം, ഒരു ദിവസം ഒരു അരമണിക്കൂർ ഇതിന് മാറ്റി വെക്കാൻ പറ്റുമോ? ഇനഫ്, അത് മതി. നിങ്ങളൊരു പ്രവാസിയാണോ, കുഴപ്പമില്ല. നിങ്ങളുടെ പ്രവാസി, നിങ്ങൾക്ക് ഒരു വെള്ളിയാഴ്ചയാണോ ലീവ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ഞായറാഴ്ചയാണോ ലീവ് കിട്ടുന്നത്, ആ സമയം വേറൊരു പ്രവാസി സുഹൃത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് റെഫർ ചെയ്യാൻ ഉണ്ടാവുന്ന സമയം. ഇപ്പോഴും നിങ്ങളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ, ഇതൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കുക, എനിക്ക് ഇത്രയും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ അറിയില്ലല്ലോ. അതിനെ കുറിച്ച് പറയിടാവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളാണോ, അപ്പൊ നിങ്ങളുടെ സുഹൃത്ത് ജസ്റ്റ് ഒരു ലിങ്കാണ് അയച്ചു തന്നത്, ഞാനാണ് ഒരു പ്ലാൻ പറയുന്നത്. ഇതേപോലത്തെ പ്രോഗ്രാമുകൾ എംപവർ നിങ്ങൾ കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 450 മുകളിൽ ആൾക്കാർ ഇന്ന് പ്രോഗ്രാമിലുണ്ട്, 466 പേര്. അപ്പൊ ഇങ്ങനത്തെ പ്രോഗ്രാമിലേക്ക് അവർ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാൻ പറ്റും? ഇതിലൂടെ എംപവറിന്റെ വഴി നമുക്ക് പ്ലാൻ കൊടുക്കാൻ വേണ്ടി പറ്റും. എംപവറിൽ ഇതുപോലെ പ്ലാൻ കൊടുക്കുന്ന തമിഴില്, മലയാളത്തില്, ഇംഗ്ലീഷിലൊക്കെ പ്ലാൻ പോകുന്ന സെഷൻസ് ഉണ്ട്. അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ക്ലയൻസിനെ എത്തിക്കുക. ഇനിയിപ്പോ 1-to-1 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ കാസർഗോഡ് മുതൽ നമ്മുടെ തിരുവനന്തപുരം വരെ എല്ലാ സ്ഥലങ്ങളിലും BOP പ്രോഗ്രാം, ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ഓഫ്ലൈനിൽ നടക്കുന്നുണ്ട്. അവിടേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്ലാൻ കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോ ഇതിനൊന്നും പറ്റുന്നില്ലേ, ഫോൺ കോളിൽ കണക്ട് ചെയ്യാം. ഫോൺ കോളിൽ കണക്ട് ചെയ്ത് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ
ജോയിൻ ചെയ്ത ഒരു വ്യക്തിയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് ഒരാളുടെ മിണ്ടരുത്. എന്താ മിണ്ടരുത് എന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയുന്ന ആൾക്ക് ഫോൺ ജസ്റ്റ് ഒരു നിങ്ങളുടെ സുഹൃത്തിന്റെ അപ്പോയിന്റ്മെന്റ് മാത്രം നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് വരുമാനം കിട്ടിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പറഞ്ഞോ. നിങ്ങൾക്ക് വരുമാനം വാലറ്റിൽ വന്നതിന് ശേഷം സ്വന്തമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വരുമാനം കിട്ടുന്നത് വരെ ജസ്റ്റ് അപ്പൊ എപ്പോഴാണ് നീ ഫ്രീ, എനിക്കൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനുണ്ട്, എപ്പോഴാണ് ഫ്രീ എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തായിട്ട് ജസ്റ്റ് ഞാൻ കണക്ട് ചെയ്തത്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഡ്യൂട്ടി. പിന്നെ ഇതിനെ കുറിച്ച് അവരുടെ A to Z കാര്യങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളാണ്. നിങ്ങളെ കൊണ്ട് ഇത് മണി ചെയിൻ അല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ് ആയി പോകും. ഇത് മണി ചെയിൻ എന്നെ കൊണ്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇത് മണി ചെയിൻ അല്ല. ഇത് നമുക്ക് ബ്ലോക്ക് ചെയിൻ ഒന്നും അറിയില്ല. നമുക്ക് ആകെ 2 ചെയിനും അറിയുള്ളൂ. ഒന്നാമത് മണി ചെയിനും അറിയും, പിന്നെ ഒന്ന് നമ്മൾ കഴുത്തിലിടുന്ന ചെയിൻ. ഇതാണ് നമുക്ക് ആകെ അറിയുന്നത്. ഇതിന്റെ ഇടയിൽ മണി ചെയിൻ എല്ലാം നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നടക്കില്ല. പക്ഷെ എന്നെ കൊണ്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഇത് മണി ചെയിൻ, ഇത് ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന പ്രൊജക്ട് ആണ്, ഇത് ഇത്ര വർഷമായിട്ട് ഇങ്ങനെ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റൺ ചെയ്യുന്നുണ്ട്, ഇതിൽ പറ്റിക്കപ്പെടില്ല എന്നുള്ളതിനൊക്കെ പ്രൂഫ് എനിക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ അറിയുന്നവർക്ക് കൊടുക്കാൻ പറ്റും. എംപവറിനെ സംബന്ധിച്ചിടത്തോളം എംപവറിന്റെ ട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ എഡ്യൂക്കേഷൻ. 5 വർഷമായിട്ട് എന്താണ് ബ്ലോക്ക് ചെയ്യുന്നതും, എന്താണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം എന്നും, സ്മാർട്ട് കോൺട്രാക്റ്റുകൾ എങ്ങനെ റൺ ചെയ്യുന്നതും A to Z കാര്യങ്ങളാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് ഇന്ന് മാർക്കറ്റിൽ നമ്മുടെ എംപവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ക്ലിയർ? അപ്പൊ അങ്ങനത്തെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കും. ഒരാളെയും പറ്റിക്കാതെ, ഇങ്ങനെ തന്നെ പറയാം, ഒരാളെയും പറ്റിക്കാതെ നല്ല രീതിയിൽ വരും. പിന്നെ ഒരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, നിങ്ങൾക്ക് ഒരാൾക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ 3 ലക്ഷം രൂപ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2,05,000 രൂപയാണ്. ഒരു ബിഗ് എമൗണ്ട് ആണ്. ഈ 2 ലക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കഥയൊന്നും പറയാൻ നിൽക്കുന്നത്, ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയാം. ഈ 2 ലക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പറയും, നിന്നെ കോടീശ്വരനാക്കാം, നിന്റെ അടിയിൽ ഞാൻ ആളിട്ട് തരാം, നിന്റെ റെഫറിൽ ഞാൻ ആളിട്ട് തരാം, അങ്ങനത്തുള്ള മോഹന വാഗ്ദാനങ്ങൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വിടും. നാളെ 100% ഉറപ്പാണ്. റോങ് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ഒരാളെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നാളെ കർമ്മ എന്ന് പറഞ്ഞ സാധനം തിരിച്ചടിക്കും. ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് നീ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നീ ഇതിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ, എന്റെ കൂടെ കട്ടക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ, നിന്റെ കൂടെ ഞാനും ഉണ്ട്, എംപവർ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് ധൈര്യത്തിൽ കൊടുക്കാം. എംപവറിന്റെ ഉറപ്പിൽ നിങ്ങൾ എന്ത് ചെയ്തോ, ധൈര്യത്തിൽ അവരെ കൊണ്ടുവന്നോ. എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടാതെ, ഒരു പ്രോപ്പർ സിസ്റ്റം കിട്ടാതെ ഒരു കാരണവശാലും നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു വ്യക്തി വരുമാനം ഉണ്ടാക്കാതിരിക്കില്ല. ഇതാണ് നമ്മളുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. സോ ഒരു ഉറച്ചൊരു തീരുമാനം എടുക്കുക സുഹൃത്തെ. ഇന്നത്തെ കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 3 ലക്ഷം രൂപയ്ക്ക്, 4 ലക്ഷം രൂപയ്ക്ക് എന്ത് ബിസിനസ്സാണ് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി, ചിന്തിച്ചാൽ മതി. ഇവിടെയാണ് ഇതിപ്പോ നിങ്ങൾ ഒരു 4 ലക്ഷം രൂപ മുടക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു 3 ലക്ഷം രൂപ മുടക്കിയിട്ട് ഏകദേശം ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 25 ലക്ഷം രൂപ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് തോന്നുകയാണ് ഒന്നും കൂടെ ഇത്രയും വരുമാനം നമുക്ക് വന്നതല്ലേ, ഒന്നും കൂടി എന്ത് ചെയ്യാം, ഒന്ന് റീഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക, ഒരു 5 ലക്ഷം കൂടി ഇട്ട് നോക്കുക എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പോലും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-30 ലക്ഷം രൂപ വീട്ടമ്മമാരൊക്കെ ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞല്ലോ, അവർക്ക് തോന്നുകയാണ് ഒരു 5 ഇത്രയും കിട്ടിയതല്ലേ വരുമാനം, 10 മാസം കൊണ്ട് 36 ലക്ഷം രൂപ വരുമാനം കിട്ടിയവരൊക്കെ ഉണ്ട്. ഇവർക്ക് ഒരു 5 ലക്ഷം കൂടി റീഇൻവെസ്റ്റ് ചെയ്യാന്ന് ഇവർ ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഒരു വ്യക്തിക്ക് മാക്സിമം $3,900 ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് അങ്ങനെയാണോ? മറ്റേത് അങ്ങനെയല്ല. നമുക്ക് 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 2 ലക്ഷം വരും. അപ്പൊ നമ്മൾ മോട്ടിവേറ്റ് ആയി, പിന്നെ എവിടെയും 5 ലക്ഷം കൂടി ഇട്ടിടും. ഞങ്ങൾ 5 ലക്ഷം തിരിച്ചു വന്നു കഴിഞ്ഞാലോ അത് 10 ആക്കാൻ നോക്കും, പിന്നെ അത് 20 ആക്കാൻ നോക്കും, അല്ലേ? എന്നിട്ട് നമ്മളുടെ കയ്യിലുള്ള പൈസയും കൊണ്ട് ലാസ്റ്റ് കമ്പനി അടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യമാണ് നമ്മൾ മാർക്കറ്റിൽ കാണുന്നത്. പക്ഷെ ഇവിടെ എന്തില്ല, അതില്ല. ഇവിടെ 1 ടൈം ഇൻവെസ്റ്റ്മെന്റ്, ലൈഫ് ടൈം നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൊജക്ട് വെച്ചിട്ട്, ആ ഒരൊറ്റ കോൺട്രാക്ട് വെച്ചിട്ട് ലൈഫ് ടൈം നിങ്ങൾക്ക് ഡിജിറ്റൽ അസറ്റ് ഉണ്ടാക്കാം, NFT ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഡോളർ ഉണ്ടാക്കാം. ഇതൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം. ഇനി സാറ് 10 പേർക്ക് ഉണ്ടാക്കാൻ പറ്റും, 2 പേർ ഉണ്ടാക്കിയ ലെഫ്റ്റ് റൈറ്റ്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഈക്വലായി കൊണ്ടുപോയാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരുമാനം. അവിടെ അങ്ങനെയൊന്നുമില്ല. ഒരാൾക്ക് നിങ്ങൾ ഒരു റെഫറൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അവൻ എൻട്രി വെച്ച് ആ സെക്കൻഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പേയ്മെന്റ് കിട്ടും. അതിന് പറയുന്നത് ഇൻസ്റ്റന്റ് പേയ്മെന്റ് എന്ന് പറയും. 12 മണിക്ക് നിങ്ങൾ ഒരാളുടെ എൻട്രി വെച്ചു, 12:01 നിങ്ങളുടെ വാലറ്റിൽ എന്ത് ചെയ്യും, ആ ഒരു ഫണ്ട് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ എന്ത് ചെയ്യാം, അത് INR ആക്കി മാറ്റാം. ഇത്രയും ട്രാൻസ്പെറന്റ് ആണ് ഇവിടെ. അല്ലാണ്ട് ഒരു കമ്പനിക്ക് നിങ്ങൾ പൈസ അയച്ചു കൊടുക്കേണ്ട, ഒരാൾക്കും എന്ത് ചെയ്യണ്ട, പൈസ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫോണിൽ നിങ്ങളാണ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യണത്, നിങ്ങളാണ് സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത്, നിങ്ങളാണ് A to Z കാര്യങ്ങൾ ചെയ്യണത്. ഇതിനെ അറിയുന്ന ഒരാൾ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ആരാണ് ഈ ബിസിനസ് നിങ്ങളത് പറയുന്നത്, അവൻ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സോ ഉറച്ചൊരു തീരുമാനം എടുക്കുക, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, നിങ്ങളെ സക്സസ് ആക്കാൻ, നിങ്ങളുടെ ഡ്രീമിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എംപവറിന്റെ ഓരോ ലീഡേഴ്സും
ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർമ്മയിൽ മാത്രം വരുത്തിക്കൊണ്ട് തൽക്കാലം എന്റെ ഇന്നത്തെ ഒരു സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റട്ടെ. കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള നോളേജ്, അതേപോലെ തന്നെ ഈ ബ്ലോക്ക് ചെയിനും ഇതേപോലത്തെ ലേറ്റസ്റ്റ് ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് വരുമാനങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നേടിയെടുക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്, വിഷ് യു ഓൾ ദ സക്സസ്. താങ്ക് യു സോ മച്ച്.